നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് വാല്യുവേഷൻ ആയിരുന്നു അല്ലേ. നമ്മൾ ആദ്യമേ തുടക്കത്തിൽ നമ്മുടെ GST തുടങ്ങിയ സമയത്ത് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള വാല്യുവേഷൻ റൂള് നമ്മൾ ഇപ്പോൾ ലാസ്റ്റാണ് പഠിച്ചത് അല്ലേ. നമുക്കതൊന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെങ്കിൽ വാല്യുവേഷൻ പഠിച്ചപ്പോഴത്തേക്ക് എന്താണ് വാല്യൂ, എന്താണ് വാല്യുവേഷൻ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറഞ്ഞായിരുന്നു. എന്നിട്ട് പറഞ്ഞത് ഒരു ട്രാൻസാക്ഷൻ വാല്യൂ അല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ കൺസിഡറേഷനെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ അവിടെ രണ്ട് കണ്ടീഷനുണ്ട്. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തത് ആ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ആ നമ്മുടെ സപ്ലയറും റെസിപ്പിയൻറ്റും എന്ന് പറയുന്നത് റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. രണ്ടുപേരും തമ്മിൽ ഒരു റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ആ കൺസിഡറേഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. കൺസിഡറേഷൻ വാല്യൂവിനെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് മേളിൽ നമുക്ക് ടാക്സ് ഈടാക്കാം അല്ലേ. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ വാല്യൂ ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്താൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ താഴെ പറയുന്ന ഐറ്റംസ് ഒരു 5 ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? GST അല്ലാണ്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ചാർജസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ റെസിപ്പിയൻ്റെ ബിഹാഫിൽ സപ്ലയർ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ കമ്മീഷന്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ്, സബ്സിഡി അതർ ദാൻ ഗവൺമെൻറ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പക്ഷേ എക്സ്ക്ലൂഡിങ് ഡിസ്കൗണ്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂൾ 27 ആപ്ലിക്കബിൾ ആക്കണം. റൂൾ 27 വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 സബ് റൂൾസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യത്തത് പറ്റിയില്ലെങ്കിൽ മാത്രം, ആദ്യത്തിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം രണ്ടാമത് എടുക്കാം, അവിടെയും പറ്റിയില്ലെങ്കിൽ മാത്രം മൂന്നാമത്, അവിടെയും പറ്റിയില്ലെങ്കിൽ മാത്രം നാലാമത് എടുക്കാം. ഓക്കെ അല്ലേ? അതെന്തായിരുന്നു? ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. അതായത് നമ്മൾ അതേ സെയിം സപ്ലൈ ഓപ്പൺ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് കൺസിഡർ ചെയ്യുക. ഇനി ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവൈലബിൾ അല്ലെങ്കിൽ, ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തത്. അതായത് എന്താണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്? നമുക്ക് കിട്ടിയ ആ ക്യാഷിൻ്റെ എമൗണ്ടും നമുക്ക് കിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പറയുന്ന സ്ഥിരം എക്സാമ്പിൾ ആണെങ്കിൽ മൊബൈലിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ, ആ എക്സ്ചേഞ്ച് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക. ഓക്കെ അല്ലേ? ഇനി അതും പറ്റിയില്ലെങ്കിൽ മൂന്നാമത് അതേപോലത്തെ ലൈക്ക് കൈൻഡ് ആൻഡ് അതേഴ്സിൻ്റെ വില കണ്ടുപിടിക്കാം. അത് പറ്റിയില്ലെങ്കിൽ നാലാമത് എന്താ പറയുന്നത്? നമ്മുടെ റൂൾ 30 പ്രകാരമോ അല്ലെങ്കിൽ റെസിഡ്യൂവൽ റൂൾ 31 പ്രകാരമോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? വാല്യൂ കണ്ടുപിടിക്കാം. 30 പറയുന്നത് എന്താണ്? നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പ്രകാരം നമ്മുടെ കോസ്റ്റ് പ്ലസ് 10% പ്രോഫിറ്റ് ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് റൂൾ 30 പറയുന്നത്. 31 പറയുന്നത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രൊവിഷൻസും ഇതിൽ പഠിക്കുന്ന റൂൾസും സബ് റൂൾസും സബ്സെക്ഷൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 28 ഈ കേസ് മാത്രമേ മാറ്റുള്ളൂ. ബാക്കി ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സെയിം ആയിരുന്നു അല്ലേ. 28 2 പ്രൊവിസോസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ 29 30 31 നമ്മൾ പറഞ്ഞു. പിന്നെ 31A പറയുന്നതാണ് നമ്മുടെ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഇവരുടെയൊക്കെ ടാക്സ് ട്രീറ്റ്മെൻറ്റും വാല്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇതൊക്കെ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ 31A പഠിച്ചത്. പിന്നെയാണ് ഒരു സ്പെഷ്യൽ കാറ്റഗറി, കുറേ സ്പെഷ്യൽ കേസസ് ഉണ്ട്. ആ കേസസിലെല്ലാം വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ അത് പറയുന്നത് ഫുള്ള് 32 32 സബ്സെക്ഷൻ A, സബ് റൂള് 1 2 3 4 എന്ന് പറഞ്ഞ് ഒരുപാടുണ്ട്. സബ് റൂള് 1 എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി സെക്ഷൻ ആണെന്ന് പറഞ്ഞു. സബ് റൂൾ 2 എന്ന് പറയുന്നത് എന്താണ്? മണി ചേഞ്ചിങ് സർവീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് മണി ചേഞ്ചിങ് സർവീസിന് അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ RBI, ഒന്നാമത്തതിൻ്റെ 3 സബ് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ RBI റെഫറൻസ് ഉള്ളപ്പോൾ RBI റെഫറൻസ് റേറ്റ് ഇല്ലപ്പോൾ, പിന്നെ ക്രോസ് കറൻസി ആണെങ്കിൽ RBI റെഫറൻസ് റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ റെഫറൻസ് റേറ്റിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ എത്ര കറൻസി ഉണ്ടോ, എത്ര റുപ്പീസ് ഉണ്ടോ, എത്ര ഡിനോമിനേഷൻസ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി RBI റെഫറൻസ് റേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വാല്യൂ എത്രയാണോ അതിൻ്റെ 1% എടുക്കുക. ഇനി ക്രോസ് കൺട്രി ട്രാൻസാക്ഷൻ ആണെങ്കിലോ ക്രോസ് കറൻസി ആണെങ്കിലോ നമ്മുടെ രണ്ടിനെയും ഇന്ത്യൻ വാല്യൂയോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ലോവർ എടുക്കുക, ലോവറിൻ്റെ 1% എടുക്കുക. ഓക്കെ അല്ലേ? സിമ്പിളാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ലാബ് മെത്തേഡാണ് അല്ലേ. നമ്മുടെ ഡയറക്റ്റ് ടാക്സേഷനിൽ നമ്മൾ പഠിക്കത്തില്ലേ സ്ലാബ്, അതുപോലെ ഒരു സ്ലാബ് മെത്തേഡാണ്. അതായത് ആദ്യത്തെ 1 ലക്ഷം രൂപയ്ക്ക് 1% മിനിമം 2,50,000 250 രൂപയായിരിക്കണം. അതുപോലെ 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപ പ്ലസ് 0.5%. 10 ലാക്ക് 10 ലക്ഷത്തിന് എബോവാണെങ്കിൽ നമ്മുടെ ഇതുവരെ വന്ന 5,500 പ്ലസ് 1%. പക്ഷേ മാക്സിമം എത്ര വരെ മതി? 60,000 വരെ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നമ്മുടെ എയർ ട്രാവൽ ഏജൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് എയർ ട്രാവൽ ഏജൻറ്റിൻ്റെ കാര്യം പറഞ്ഞു? ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരുടെ കമ്മീഷൻ്റെ 18% ഡയറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് കിട്ടുന്ന ഓരോ ട്രാൻസാക്ഷനെയും അവർ ഡൊമസ്റ്റിക് എന്നും നമ്മുടെ ഇൻ്റർനാഷണൽ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുക. എന്നിട്ട് ഡൊമസ്റ്റിക്കിൻ്റെ ടിക്കറ്റ് ഫെയറിന് 0.9%, അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണലിലെ 0.9% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് പേ ചെയ്യാൻ പറ്റും.
ഓക്കെ അല്ലേ? ഇത് വാല്യൂഷൻ അല്ല, നേരിട്ട് നമ്മൾ ടാക്സ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളതിൽ ഇൻഷുറൻസ് എന്താണെന്ന് 2 കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക വേണം. നമുക്ക് അതിന് കൂടുതൽ പറയുന്നില്ല. മണി ബാക്ക് ഇൻഷുറൻസും ഉണ്ട്, നമ്മുടെ ടേം പോളിസി ഇൻഷുറൻസും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മണി ബാക്ക് ഇൻഷുറൻസിൽ പറയാം. അതിനകത്ത് എന്ത് കാണും? സേവിങ്സ് എന്ന് പറയുന്ന ഒരു പോർഷനും കാണും, നമ്മൾ റിസ്ക് കവർ ചെയ്തൊരു പോർഷനും കാണും അല്ലേ? ആ സേവിങ്സ് എന്ന് പറയുന്ന പോർഷന് നമ്മുടെ പോളിസി ഹോൾഡർക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രോസ് പ്രീമിയത്തിൽ നിന്നും ആ സേവിങ്സിൻ്റെ പോർഷൻ നമ്മൾ ലെസ് ചെയ്തിട്ട് നമ്മുടെ നെറ്റ് പ്രീമിയം, റിസ്ക് കവർ ചെയ്യുന്ന പ്രീമിയം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ 18%. ഇനി അറിയില്ലെങ്കിൽ അവിടെ 2 കേസുണ്ട്. സിംഗിൾ പ്രീമിയം ഉണ്ട്, മൾട്ടിപ്പിൾ പ്രീമിയം ഉണ്ട്. സിംഗിൾ പ്രീമിയം ആണെങ്കിൽ സിംഗിൾ പ്രീമിയത്തിൻ്റെ 10%, മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് 25%, ബാക്കിയുള്ള സബ്സിക്വൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിനെല്ലാം എന്ത് ചെയ്യും? 12.5%. ഓക്കെ അല്ലേ? ടേം ആണെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ എത്രയാണോ അതിൻ്റെ 18%, നമ്മുടെ ടേം പോളിസി എത്രയാണോ ആ ആനുവൽ പ്രിൻസിപ്പലിൻ്റെ പ്രീമിയത്തിൻ്റെ 18%. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ഇത് നമ്മൾ പറഞ്ഞല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതാണ് നമ്മുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ITC അവൈൽ ചെയ്യാം. അവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് വാല്യൂ നിന്ന് പർച്ചേസ് വാല്യൂ ലെസ് ചെയ്തിട്ട് മാർജിൻ എത്രയാണോ ആ മാർജിന് മാത്രം എന്ത് ചെയ്യുക? ടാക്സ് ഈടാക്കുക, മാർജിനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കാണാക്കുക. ഇനി വാല്യൂ നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് വാല്യൂ ഓഫ് സപ്ലൈ ഇല്ല, ടാക്സ് ഒന്നും കളക്ട് ചെയ്യേണ്ട. രണ്ടാമത്തേന്ന് പറയുന്നത് അവരെ സെയിൽസിന് നേരെ ഡയറക്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് ടാക്സ് ഇടാക്കാൻ പറ്റുന്നതാണ്. രണ്ട് രീതി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്? അതായത് നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഏതെങ്കിലും ബയർ ഡീഫോൾട്ട് വരുത്തിയിട്ടാണ് അല്ലേ? നമ്മുടെ ഒരു ബയർ, അതായത് നമ്മൾ പറയുന്ന എക്സാമ്പിളിലാണെങ്കിൽ നമ്മൾ നടത്തിയത് ഒരു ഷോറൂമായിരുന്നു. ഷോറൂമിൽ നമ്മൾ പുതിയ കാറുകളായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്, EMIക്കാണ് വിറ്റത്. അപ്പോൾ നമ്മുടെ ബയർ എന്ത് ചെയ്തു? ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡീഫോൾട്ട് വരുത്തി, അയാൾ പേയ്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ നമ്മൾ ആ കാർ എന്ത് ചെയ്തു? റീപ്രോസസ് ചെയ്തു. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റമർക്ക് വിറ്റ വാല്യൂ എന്ന് ഓരോ ക്വാർട്ടറിനും 5% വെച്ച് ലെസ് ചെയ്ത് വരിക. അതാണ് നമ്മുടെ പർച്ചേസ് വാല്യൂ. ഇനി എന്ത് ചെയ്യുക? ആ പർച്ചേസ് വാല്യൂ സെയിൽസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതാണ് നമ്മുടെ മാർജിൻ. ആ മാർജിനാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ട്രീറ്റ് ചെയ്ത് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ വൗച്ചറിൻ്റെ കാര്യം പറഞ്ഞു. വൗച്ചർ 2 ടൈപ്പ് ഉണ്ട്. വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് ഗുഡ്സ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വൗച്ചറും പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വൗച്ചറും. ഓക്കെ അല്ലേ? അത് രണ്ടും സത്യം പറഞ്ഞാൽ വൗച്ചറിൻ്റെ വാല്യൂ തന്നെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ നോർമൽ വൗച്ചറിൻ്റെ വാല്യൂ ആണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ഗുഡ്സ് ആണോ മേടിക്കുന്നത് അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ അതുപോലെ തന്നെയാണ് വരുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ടൈമാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വൗച്ചർ റെഡീം ചെയ്യുന്ന ടൈം ഏതാണോ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? പിന്നെ റൂൾ 32(7) പറയുന്നത് എന്താണ്? റൂൾ 32(7) എന്ന് പറയുന്നത് നമ്മുടെ ITC അവൈൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് റൂൾ 33 പറയുന്നത് നമ്മുടെ ഏജൻറ്റ് അല്ലേ? പ്യുവർ ഏജൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്യുവർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്യുവർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. അയാൾ നമ്മളായിട്ടുള്ള കോൺട്രാക്ട് എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. ബെറ്റർ ആയിട്ട് നമുക്ക് റിയൽ വേൾഡിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ വീട് പെയിൻറ്റ് അടിക്കാൻ വന്നൊരു ചേട്ടൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന അയാളുടെ വാല്യൂവിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ബിഹാഫിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഓക്കെ അല്ലേ? പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ അയാൾ പ്യുവർ ഏജൻറ്റ് ആയിരിക്കണം. അയാൾ തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കുന്ന നമ്മുടെ ബിഹാഫിലായിരിക്കണം ഇല്ലേ? അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ റൂൾ 33 പറഞ്ഞു. റൂൾ 33 എന്ന് പറഞ്ഞാൽ RBI ആണ് നമ്മുടെ റെഫറൻസ് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതാണ് റൂൾ 33 പറയുന്നത്. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ റൂൾ 35 നമ്മൾ പറഞ്ഞു അല്ലേ? റൂൾ 35 പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നമ്മുടെ രാഹുൽ എന്ത് ചെയ്തു? ഒരു എക്സംപ്റ്റഡ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഒറിജിനലി ടാക്സബിൾ സപ്ലൈ ആയ കാര്യം അറിഞ്ഞില്ല. പക്ഷേ അവൻ നടത്തിയതിന് ശേഷമാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് റിലീഫ് വന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിട്ട് എടുത്താൽ മതി അല്ലേ? അതായത് അപ്പോൾ 1 ലക്ഷം രൂപയുടെ സപ്ലൈ ആയിരുന്നു എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞ് നടത്തിയത്. പക്ഷേ അത് ഒറിജിനലി ടാക്സബിൾ ആണെങ്കിൽ ആ 1 ലക്ഷത്തിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ടാക്സ് കണ്ടുപിടിച്ചാൽ മതി, അത് പേ ചെയ്താൽ മതി. അല്ല നിങ്ങൾ ഇനി ഫർദർ പോയി കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മുടെ റൂൾ 35 പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാല്യുവേഷൻ റൂൾസ് ഫുള്ള് നമ്മൾ കവർ ചെയ്തു. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് ഇന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ എന്നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അതായത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് GST.
അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST. അതായത് നമ്മൾ GSTയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ അക്കൗണ്ട്സും റെക്കോർഡ്സും അല്ലേ. നമ്മൾ ഓഡിറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. CMA CA ഒക്കെ പഠിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ഓഡിറ്റിംഗ് ഒരു റൈറ്റാണ് എന്തെന്ന് പറയുന്നത് GST ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്താണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? കുറേ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് അല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പം GST ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ GSTയിലെ ആക്ട് പ്രകാരം ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ റെക്കോർഡ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എത്ര നാളത്തേക്കാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോണത്. പ്യുവർ തിയറി ചാപ്റ്ററാണ്. ഇന്നൊരു വീഡിയോ കൊണ്ട് തന്നെ ഈ ഫുള്ള് സംഭവം തീരും. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടിരിക്കുക. ഇതൊന്നും കാണാതൊന്നും പഠിക്കണ്ട, നിങ്ങൾ കേട്ടിരിക്കുക, മൈൻഡിൽ കോൺസെപ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സാം വരുമ്പോഴത്തേക്ക് അവിടുന്ന് ആലോചിച്ച് എഴുതിയാൽ മതി. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ചാൽ മതി. നിങ്ങൾ കാണാതൊന്നും പഠിക്കേണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഈ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏതൊക്കെ റെക്കോർഡ്സ് ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെക്ഷൻ 35 സബ്സെക്ഷൻ 1ലും അതുപോലെ റൂൾ 56 സബ് റൂൾ 1 സബ് റൂൾ 2ലുമാണ് നമ്മൾ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറേ റൂൾസ് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഈ 56 ഈ 56ൻ്റെ സബ് റൂൾ 1 മുതൽ സബ് റൂൾ 17 വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നമ്മുടെ 1ലും 2ലും പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട്സിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഈ 3 മുതൽ 17 വരെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ റെക്കോർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 2 നോട്ടിഫിക്കേഷൻസ് ഒരു സർക്കുലറും പഠിക്കാനുണ്ട്. 2 നോട്ടിഫിക്കേഷൻ ഒരു സർക്കുലറും മൊത്തം 3 എണ്ണം പഠിക്കാനുണ്ട്. നോട്ടിഫിക്കേഷൻ 28/2019 നോട്ടിഫിക്കേഷൻ 49/2018 അതുപോലെ ഒരു സർക്കുലർ 61/35 2018 നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. പിന്നെ കമ്പൽസറി ഓഡിറ്റ് എന്താണ്? കമ്പൽസറി ഓഡിറ്റിനെ പറ്റിയിട്ട് നമുക്ക് അറിയാനുണ്ട്. സെക്ഷൻ 35 സബ്സെക്ഷൻ 5 ആണ്. പിന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ അല്ലേ. ഇതിനകത്ത് എത്ര നാളത്തേക്ക് നമ്മളത് സൂക്ഷിച്ച് വെച്ചിരിക്കണം? നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണ്. എത്ര നാളത്തേക്കും നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ആജീവനാന്ത കാലത്തേക്ക് നമ്മുടെ ആദ്യത്തെ വർഷം മുതലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമാണ്, പോസിബിൾ അല്ല. അപ്പം നമ്മളത് എന്ത് ചെയ്യും? അത് എത്ര നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം, അതിനൊരു റൂളുണ്ട് ഇല്ലേ. എത്ര നാളായിരിക്കണം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കി. CCTV ഫൂട്ടേജ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. 24/7 അതെന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒരു ദിവസം തന്നെ പ്ലെൻറ്റി ഓഫ് ഡേറ്റ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം അല്ലേ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ അതേ സെയിം കണ്ടീഷനാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും. അപ്പോൾ അവിടെയും റൂളുണ്ട്. ഒരു ഫേമിലോ ഒരു കമ്പനിയിലോ CCTV ഫൂട്ടേജുകൾ ഉണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്ന രീതിയിലാണ് ആ CCTV കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര നാൾ സൂക്ഷിച്ച് വെക്കണമെന്നാണ് നമ്മളിതിൽ പഠിക്കാൻ പോണത്. അപ്പോൾ ഓക്കെ അല്ലേ. നമുക്ക് പഠിക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അത്ര സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട. കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, അത് നിങ്ങൾ മൈൻഡിൽ ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാം വരുമ്പോഴത്തേക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു സെൽഫ് അസസ് ദ ടാക്സ് പേയബിൾ ആൻഡ് ഫർണിഷ് എ റിട്ടേൺ ഫോർ ഈച്ച് ടാക്സ് പീരീഡ്. ഓക്കെ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ടാക്സ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് അവരുടെ റിട്ടേൺ സെൽഫ് അസസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നമുക്കറിയാം. ഓക്കെ അല്ലേ. The complaints verification is done by department through scrutiny of returns, audit and investigation. നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺസ് ഒക്കെ നമ്മുടെ പ്രോപ്പർ ഓഫീസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ GST ഡിപ്പാർട്ട്മെൻറ്റും വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ സ്ക്രൂട്ടണി, നമ്മുടെ റിട്ടേണിന് സ്ക്രൂട്ടൺ ചെയ്തിട്ട് അതിന് ഓഡിറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താനുണ്ട്, പുതിയതായിട്ട് ഇൻഫർമേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ച് വെച്ചിരിക്കണം. അവർ വെരിഫൈ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഇല്ലെങ്കിലോ? അപ്പോൾ നമുക്ക് നോക്കാം. ദസ് കംപ്ലയിൻറ്റ് വെരിഫിക്കേഷൻ ഈസ് to be done through documentary check rather than physical control. ഇല്ലേ, അത് ഡോക്യുമെൻ്ററി ചെക്കാണ് നടത്തുന്നത്. നമുക്ക് നേരിട്ട് വന്ന് ഫിസിക്കലി ഓരോ ട്രാൻസാക്ഷനും ചെന്നിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദസ് റിക്വയർ സർട്ടൺ ഒബ്ലിഗേഷൻസ് ടു കാസ്റ്റ് ഓൺ ടാക്സ് പേസ് ടു മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. അതുകൊണ്ട് നമ്മുടെ ടാക്സ് പേസിന് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കുറച്ച് നാളത്തേക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനും ഇതിനെല്ലാം പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കാനും ഉള്ളൊരു ഒബ്ലിഗേഷൻസ് നമ്മുടെ ടാക്സ് പേസിനുള്ളിൽ വരും.
അല്ലേ? അപ്പോൾ നമ്മുടെ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മൾ ഈ താഴെ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഈ താഴെ പറയുന്ന റെക്കോർഡ്സ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ കമ്പൽസറി ആയിട്ട് വേണം. നോക്കാം എന്താണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ട്രൂ ആൻഡ് കറക്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന ഐറ്റംസ് എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ബോത്ത്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ITC അവൈൽഡ്, ഔട്ട്പുട്ട് ടാക്സ് അവൈലബിൾ ആൻഡ് പെയ്ഡ്, എനി അതർ പെർട്ടിക്കുലർ ഡിമാൻഡ് നെസസറി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻവേർഡ് സപ്ലൈ ഔട്ട്വേർഡ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ITC, അതുപോലെ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്തത്, നമുക്ക് പേയബിൾ ആയിട്ടുള്ളത്, അത് കൂടാതെ നമുക്ക് ഏതെങ്കിലും എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും പർട്ടിക്കുലേഴ്സ് നമ്മുടെ ലോ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഇനി നോക്കി, നമ്മുടെ ലോ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന വേറെ ഏതെങ്കിലും പർട്ടിക്കുലേഴ്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബാക്കി നമ്മൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സർട്ടൺ ആയിട്ട് ചില ബിസിനസ് നടത്തുന്ന ആൾക്കാർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി റൂൾസ് പഠിക്കാം. റൂൾസ് 56 ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. 56 1 മുതൽ 17 വരെ ഉണ്ട്. അതിൽ 1ഉം 2ഉം പറയുന്നത് കുറച്ച് റെക്കോർഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്കത് നോക്കാം. ഏതാണെന്ന് നോക്കാം. റൂൾ 56 സബ് റൂൾ 1. സബ് റൂൾ 1 പറയുന്നത് എന്താണെന്ന് നോക്കി. ഓൾസോ പ്രൊവൈഡ് ദാറ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ്, നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ ഈ താഴെ പറയുന്ന കുറച്ച് ഐറ്റംസും കൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. നോക്കി, ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്, ഇമ്പോർട്ട് ചെയ്തോ എക്സ്പോർട്ട് ചെയ്തോ ഗുഡ്സ് ആൻഡ് സർവീസസ്, സപ്ലൈസ് വെയർ ടാക്സ് പേയബിൾ ഓൺ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇൻക്ലൂഡിംഗ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചെല്ലാൻ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഡെറ്റേഴ്സ് റെസീപ്റ്റ് വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഇ-വേ ബിൽ. അപ്പം നമ്മൾ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? ഈ പറഞ്ഞ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ഇല്ലേ, നമ്മുടെ ട്രാൻസാക്ഷന് എവിഡൻ്റ് ആയിട്ടുള്ള, ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ട്രാൻസാക്ഷൻസ് റിയൽ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് അവർ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ സെക്ഷനകത്ത് നമ്മൾ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ റിലേറ്റഡ്, മാനുഫാക്ചറിങ് റിലേറ്റഡ്, ഇൻവേർഡ് ഔട്ട്വേർഡ് സപ്ലൈ, സ്റ്റോക്ക്, ITC, ഔട്ട്പുട്ട് പേയബിൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് പെയ്ഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ റൂൾ 56 സബ് റൂൾ 1 പ്രകാരം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡീറ്റെയിൽസ്, പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പോൾ ഉള്ള എല്ലാ ഡീറ്റെയിൽസുകളും അല്ലേ, ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചെല്ലാൻ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റെസിപ്റ്റ് വൗച്ചർ, ഇതുപോലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിരിക്കണം. നമ്മൾ പ്രോപ്പറായിട്ട് ആ റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റൂൾ 56 സബ് റൂൾ 2ലേക്ക് കിടക്കാം. സബ് റൂൾ 2 പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10, അതായത് കോമ്പോസിഷൻ സപ്ലൈ, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഇല്ലേ, കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒഴികെ ബാക്കിയുള്ള ആൾക്കാർ ഈ പറയുന്ന കാര്യം കൂടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് ഏതാണെന്ന് നോക്കാം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മാനുഫാക്ചറിങ്ങുമായിട്ട് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസുകൾ വേണമെന്ന് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിയാൽ പർട്ടിക്കുലർലി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒഴികെ ബാക്കിയുള്ള ടാക്സ് പേയേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, റെസീപ്റ്റ്സ്, സപ്ലൈസ്, ഗുഡ്സ് ലോസ്റ്റ്, സ്റ്റോളൻ ഓർ ഡിസ്ട്രോയിഡ്, റിട്ടേൺ ഓഫ് ഓർ ഡിസ്പോസ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓർ ഫ്രീ സാമ്പിൾസ്, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് സ്റ്റോക്ക് ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്ക്രാപ്പ്. അപ്പോൾ നോക്കി, നമ്മുടെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കുകൾ, അതിന് എന്തെങ്കിലും റെസിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്, നമ്മൾ ഏതെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത്, സ്റ്റോളൻ, ഡിസ്ട്രോയിഡ്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഫ്രീ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ, നമ്മുടെ സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കും വേണം. റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും സ്ക്രാപ്പിൻ്റെയും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പം 56 സബ് റൂൾ 2 പറയുന്നത് എന്താണ്? സബ് റൂൾ 2 നമ്മുടെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ വേണ്ട, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലേ? സ്റ്റോക്ക് എത്ര കൊണ്ടുവന്നു, എത്ര ഉണ്ടായിരുന്നു, എത്ര കൊണ്ടുപോയി, എത്ര ലോസ് ആയിപ്പോയി, എത്ര നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു, സാമ്പിളായിട്ട് എത്ര കൊടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 56ൻ്റെ കുറേ സബ് റൂൾസ് ആണ്. 56ൻ്റെ സബ് റൂൾ 3, 4, 5, 6 അങ്ങനെ 17 വരെ നമ്മൾ പഠിക്കും. നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നമുക്ക് ആ സാധനം വായിക്കാം, അതെന്താണെന്ന് മനസ്സിലാക്കാം, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വിടാം. അല്ല, നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട, നമുക്ക് ജസ്റ്റ് അത് വായിക്കുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കളയുക. ഓക്കെ അല്ലേ? മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ അത് കാണാതെ പഠിക്കാനൊന്നും ഒരിക്കലും നിൽക്കേണ്ട. നമുക്ക് നോക്കാം എന്താണ് സബ് റൂൾ. ഇപ്പോൾ നോക്കാം. സബ് റൂൾ 3, നമ്മളിനി സബ് റൂൾ മാത്രമേ പറയുന്നുള്ളൂ. 56 സബ് റൂൾ 3 എന്നൊന്നും പറയുന്നില്ല. സബ് റൂൾ 3 നമുക്ക് എന്താ നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ മെയിൻറ്റെയിൻ സെപ്പറേറ്റ് അക്കൗണ്ട് ഓഫ്
അഡ്വാൻസസ് റിസീവ്ഡ് പെയ്ഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ദെയർ ഓഫ്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? അവർക്ക് കിട്ടുന്ന അഡ്വാൻസസ് അല്ലെങ്കിൽ അവർ പേ ചെയ്തിരിക്കുന്ന അഡ്വാൻസസ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയും പറ്റിയിട്ടുള്ള റെക്കോർഡ്സും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായി. ഓക്കെ, അത് നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ സെക്ഷൻ 10, അതായത് നമ്മുടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് ആസിയം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ചെയ്യുന്ന ആൾക്കാരും ഓക്കെ ഷാൾ മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പേയബിൾ കളക്റ്റഡ് ITC അവൈൽഡ് എക്സെട്ര. സത്യത്തിൽ ഇങ്ങനെ ഒരു റൂളിൻ്റെ കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ടാക്സ് പേയബിളും ടാക്സ് കളക്റ്റഡും നമുക്ക് വേണം 35 സബ് റൂൾ 1 പ്രകാരം ITC അവൈൽഡും ഒക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യുന്ന സെക്ഷനാണിത്. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ സബ് റൂൾ 4 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അല്ലാണ്ട്. കാരണം എന്താണ്? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഇതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ആവശ്യമില്ല? നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കോമൺ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ITC എന്ന് പറയുന്ന സംഭവം പോലും ഇല്ല. അപ്പോൾ അവനെ മാറ്റി നിർത്തണ്ടേ? അവനെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പുതിയൊരു റൂൾ കൊണ്ടുവന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സബ് റൂൾ 4 എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അതായത് GST നമ്മുടെ ITC അവൈൽ ചെയ്യാൻ പറ്റാത്ത അവന് മാത്രം എന്ത് ചെയ്യേണ്ട? ITC പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെ നമ്മൾ കാണാതൊന്നും പഠിച്ചില്ല, പുതിയതായിട്ടൊരു കോൺസെപ്റ്റും പഠിച്ചില്ല. ഓക്കെ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ സബ് റൂൾ 5 ആണ്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ് ദ പെർട്ടിക്കുലർ ഓഫ് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ വേണം. ഏതാണെന്ന് നോക്കി. രജിസ്റ്റേർഡ് പേഴ്സൺ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയേഴ്സ്, കംപ്ലീറ്റ് അഡ്രസ് ഓഫ് പ്രിമൈസസ് വെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സ്റ്റോർഡ്. നമ്മുടെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയറുടെ നെയിം ആൻഡ് അഡ്രസ്സ്, കൂടാതെ നമ്മുടെ ബിസിനസ് നടത്തുന്ന പ്രിമൈസിൻ്റെ എല്ലാം കംപ്ലീറ്റ് അഡ്രസ്സ്, നമ്മുടെ ബിസിനസ് നടത്തുന്ന പ്രിമൈസസിൻ്റെ എല്ലാം കംപ്ലീറ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇഫ് സബ് റൂൾ 6 ആണ്. ഇഫ് എനി ടാക്സബിൾ ഗുഡ്സ് ആർ ഫൗണ്ട് ടു ബി സ്റ്റോർഡ് അറ്റ് എനി പ്ലേസ് അതർ ദാൻ ദോസ് ഡിക്ലെയർഡ് അണ്ടർ സബ് റൂൾ 5, അതായത് നമ്മൾ ഈ സബ് റൂൾ 5 പറഞ്ഞില്ലേ നമ്മുടെ പ്രിമൈസസും നമ്മുടെ ബിസിനസ് നടത്തുന്നതും സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ സബ് റൂൾ പ്രകാരം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത നമ്മുടെ ഗുഡ്സ് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സ്റ്റോർ ചെയ്തതായിട്ട് നമ്മുടെ പ്രോപ്പർ ഓഫീസറോ ആരെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് വാലിഡ് ഡോക്യുമെൻറ്റ്, നമുക്ക് വാലിഡ് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ ദ പ്രോപ്പർ ഓഫീസർ ഷാ ഡിറ്റർമിൻ ദ എമൗണ്ട് ടാക്സ് പെയ്ഡ്, അതായത് നമുക്ക് ടാക്സ് പേ ചെയ്യാനുള്ള ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അതിനുള്ള റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് ഏതാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യാത്ത ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ആ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർ ഓഫീസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേയബിൾ എമൗണ്ട് ടു ബി പെയ്ഡ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിന് GST കൗൺസിലിന് അതായത് നമ്മുടെ റൂൾ പ്രകാരം ആ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ലീഗൽ കാര്യങ്ങളായിരിക്കും. ഇനി ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻലീഗൽ കാര്യങ്ങൾ, സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നതെന്നാണ് നമ്മുടെ ലോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. സബ് റൂൾ 7. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് മെൻഷൻഡ് ഇൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലും നമ്മുടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പറായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിലും അല്ലാതെ നമ്മുടെ ഏതെങ്കിലും അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിലുണ്ടെങ്കിൽ ആ പ്ലേസുകളിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം സബ് റൂൾ 8 എന്താണ്? എൻട്രി ഇൻ രജിസ്റ്റർ അക്കൗണ്ട് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഷാൾ നോട്ട് ബി എറൈസ്ഡ്, എഫക്റ്റഡ് ഓർ overwritten, and all incorrect entries other than clerical nature shall be scrawled out under attention, and thereafter the correct entry shall be recorded, and where the register and other documents are maintained electronically, a log of every entry is edited or deleted shall be maintained. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ നടത്തുന്ന എല്ലാ എൻട്രികളും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാവട്ടെ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാവട്ടെ, നമ്മൾ നടത്തുന്ന എൻട്രികളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതൊന്നും നമ്മൾക്ക് പിന്നെ എറൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഓവർ റൈറ്റ് ചെയ്യാൻ പാടില്ല, വെട്ടിയിട്ടൊന്നും കൂടെ എഴുതാൻ പാടില്ല. നമ്മൾ നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം? ക്ലറിക്കൽ മിസ്റ്റേക്സ് വരാം, അത് കുഴപ്പമില്ല. അതല്ലാണ്ട് നമ്മൾ വരുത്തുന്ന തെറ്റുകൾ അല്ലേ, തെറ്റുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും തിരുത്താൻ പാടില്ല. ഇനി അഥവാ നമ്മൾ തിരുത്തിയാൽ എന്ത് ചെയ്യണം? ആ തിരുത്തുന്നതിന് ഓരോന്നിനും എന്ത് ചെയ്യണം? ഒരു ലോഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓരോന്നിനും ഒരു ഇലക്ട്രോണിക് ലോഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മൾ നടത്തിയ ഓരോ തെറ്റുകളും, ആ തെറ്റ് വന്നത് എന്തുകൊണ്ടാണ്, അത് നിങ്ങൾ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഓരോ എന്ത് ചെയ്തിരിക്കണം? ലോഗുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം.
ഓക്കെ അല്ലേ? അതിനർത്ഥം നമ്മൾ അക്കൗണ്ട്സ് ഒന്നും നമ്മൾ തിരിച്ച് റീറൈറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തൂടെ? അപ്പോൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. അത് ഇലക്ട്രോണിക് ഫോമാറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താണെന്ന് നോക്കിയേ. ഓൾ വോളിയം ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷാൾ ബി മെയിൻറ്റെയിൻഡ് ടു ബി സീരിയൽ നമ്പർ. ആ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മാനുവലി എന്ത് ചെയ്യണം, സീരിയൽ നമ്പർ. അതായത് മാനുവലി നമ്മൾ അതിനെ സീരിയൽ നമ്പർ ഇട്ടിരിക്കണം. ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം, സീരിയൽ നമ്പർ ആണ്. നിങ്ങൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ പിരിവിന് വരത്തില്ലേ, പിരിവിന് വരുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്ക് കാണും അല്ലേ, ഒരു ബുക്കിൽ നിന്നായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റെസിപ്റ്റ് കീറി തരുന്നത്. ആ ബുക്കിനകത്ത് എന്ത് ചെയ്യണം, ഒരു സീരിയൽ നമ്പർ കാണും. കൂടാതെ നമ്മുടെ ഓരോ റെസിപ്റ്റിനും ഒരു സീരിയൽ നമ്പർ കാണും അല്ലേ. അതുപോലെ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഓരോ പേജും എൻട്രീസും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാനുവലി സീരിയൽ നമ്പർ ഇട്ടിരിക്കണം. സീരിയൽ നമ്പർ നമുക്ക് മാനുവലി ഉറപ്പായിട്ടും എന്തിരിക്കണം, വേണ്ടിയിരിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് സബ് റൂൾ 9 വരെ നമ്മൾ പഠിച്ചു. ഇനി സബ് റൂൾ 10 ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയാണ്. സബ് റൂൾ 10 ഇവിടെ കിടക്കാം. നമുക്ക് 10 എന്താണെന്ന് നോക്കാം. ഓക്കെ. അൺലെസ് പ്രൊവൈഡഡ് അതർവൈസ്, ഇഫ് എനി ഡോക്യുമെൻറ്റ് രജിസ്റ്റർ ഓർ any accounts, books of accounts belonging to a registered person are found at any premises other than those mentioned in certificate of registration, they shall be presumed to be maintained by the said registered person. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതെങ്കിലും നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലേ, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, ഇവിടെയൊക്കെയാണ് നമ്മുടെ പ്രിമൈസസ് ഉള്ളതെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. കാരണം നിങ്ങൾ നമ്മുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ, വലിയ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ടാക്സിൻ്റെ അതോറിറ്റീസ് അവർ വന്നിട്ട് എന്ത് ചെയ്യും, ചെക്കിങ് നടത്തുമ്പോൾ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടും അല്ലേ. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇല്ലീഗലാണെന്നും അല്ലെങ്കിൽ ബ്ലാക്ക് മണി ആണെന്നും ഒക്കെ അവർ കണ്ടുപിടിക്കത്തില്ലേ. അപ്പം അതുപോലുള്ള കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ബിസിനസ് പ്രൊമൈസിലല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മളെ ബിസിനസ് പ്രൊമൈസിലല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നല്ലേ, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് വെട്ടിക്കുന്നുണ്ടെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അതും അവരെന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിൻ്റെ ആയിട്ട് കണക്കാക്കുകയും അതിൽ ടാക്സ് ഈടാക്കുകയും ചെയ്യും. ആ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പറായിട്ടുള്ള ടാക്സ് ഈടാക്കുകയും ചെയ്യും. അതാണ് സബ് റൂൾ 10 പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് സബ് റൂൾ 11 എന്താണെന്ന് നോക്കാം. എവറി ഏജൻറ്റ് ഷാൾ മെയിൻറ്റെയിൻ. സബ് റൂൾ 11 പറയുന്നത് നമ്മുടെ ഏജൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ സബ് റൂൾ 11 പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം. പെർട്ടിക്കുലർ ഓഫ് ഓതറൈസേഷൻസ് റിസീവ്ഡ് ബൈ ഹിം ഫ്രം ഈച്ച് പ്രിൻസിപ്പൽ ടു റിസീവ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് സച്ച് പ്രിൻസിപ്പൽ സെപ്പറേറ്റ്ലി. അതായത് ഓരോ പ്രിൻസിപ്പലിനെയും പറ്റിയിട്ടുള്ള റെക്കോർഡ്സ് അവർ വേണം. അതായത് ഓരോ പ്രിൻസിപ്പലും നമ്മുടെ ഏജൻറ്റിനെ ഓതറൈസ് ചെയ്തിരിക്കും അല്ലേ, ഇന്ന കാര്യങ്ങൾ, ഇന്ന ഗുഡ്സ് റിസീവ് ചെയ്യാൻ, ഇന്ന കാര്യങ്ങൾ സപ്ലൈ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഓരോ സപ്ലൈയേഴ്സിൻ്റെയും അതായത് ഓരോ പ്രിൻസിപ്പൽസിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഓതറൈസേഷൻസ് നമ്മുടെ ഏജൻറ്റ് എന്ത് ചെയ്തിരിക്കണം, അത് ആ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ എന്താണ് പെർട്ടിക്കുലർ ഓഫ് ഓതറൈസേഷൻസ് റിസീവ്ഡ്, നമ്മുടെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രിൻസിപ്പലിൻ്റെയും ഓതറൈസേഷൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് റിസീവ് ചെയ്യാനും സപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള നമുക്ക് ഓതറൈസേഷൻസ് തരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അടുത്ത നോക്കിയേ. പെർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിങ് വാല്യൂ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. നമ്മുടെ ഗുഡ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ വാല്യൂവും ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട്സ് ഫർണിഷ് ടു എവറി പ്രിൻസിപ്പൽ. എല്ലാ പ്രിൻസിപ്പൽസിനും നമ്മൾ അവസാനം എന്ത് ചെയ്യും, ഇത്ര സെയിൽസ് നടന്നു, നിങ്ങൾ തന്ന പർച്ചേസ് ഇത്രയാണ്, എൻ്റെ കമ്മീഷൻ ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്കോർഡ് അയക്കത്തില്ലേ, നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ആ സംഭവങ്ങൾ, ആ റെക്കോർഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അടുത്ത നോക്കിയേ. ടാക്സ് പെയ്ഡ് ഓൺ receipt or non-supply of goods and services effected on behalf of every പ്രിൻസിപ്പൽ. എല്ലാ പ്രിൻസിപ്പലിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ടാക്സ് കാര്യങ്ങൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് സബ് റൂൾ 12 എന്താണെന്ന് നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ മാനുഫാക്ചറിങ് ഷാൾ മെയിൻറ്റെയിൻ മന്ത്ലി പ്രൊഡക്ഷൻ അക്കൗണ്ട് ഇൻക്ലൂഡിങ് വേസ്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. അതായത് മാനുഫാക്ചറിങ് നടത്തുന്ന ആൾക്കാരില്ലടാ, മാനുഫാക്ചറിങ് നടത്തുന്ന ആൾക്കാർ അവരെന്ത് ചെയ്തിരിക്കണം, അവരുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മന്ത്ലി എന്ത് ചെയ്യണം, അത് റെക്കോർഡ് അവർ ഫർണിഷ് ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് മന്ത്ലി അവരുടെ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സും അക്കൗണ്ട്സുകളും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡീറ്റെയിൽസും എല്ലാം അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇൻക്ലൂഡിങ് വേസ്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് എവിടെയൊക്കെ പോയത് നമ്മൾ അറിയണ്ടേ, എത്ര പ്രൊഡക്ഷൻ നടന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ നമ്മൾ പറയാണ്, നമുക്കിപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 1000 യൂണിറ്റ് റോ മെറ്റീരിയലാണ് കൊടുത്തത്, നമുക്ക് വന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എത്രയാണ്, ഒരു 800 മാത്രമാണ്, 800 മാത്രമാണ്. നമ്മൾ 1000 യൂണിറ്റ്സ് ഇൻപുട്ട് കൊടുത്തു, പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 800 മാത്രമാണ്. എന്നിട്ട് നമ്മൾ പറയാണ് ബാക്കി 200 എന്ന് പറയുന്നത് വേസ്റ്റ് ആയിപ്പോയി.
അങ്ങനെയാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ സെയിൽസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത്രയും സെയിൽസ് കുറച്ചേ നടന്നുള്ളൂ കാണിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണെങ്കിലോ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണെന്നെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് കൺസേണുകളാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അവർക്കുണ്ടായ വേസ്റ്റുകൾ അല്ലെങ്കിൽ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് ഇതിനെ പറ്റിയിട്ടുള്ള എവിഡൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളും എന്ത് ചെയ്തിരിക്കണം, അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അവിടെ നോക്കി, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് സർവീസസ് ഷാൾ മെയിൻറ്റെയിൻ ദ അക്കൗണ്ട്സ് ഷോയിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊവിഷൻസ് ഓഫ് സർവീസസ്, ഡീറ്റെയിൽസ് ഓഫ് ഇൻപുട്ട് സർവീസസ് യൂട്ടിലൈസ്ഡ് ആൻഡ് സർവീസസ് സപ്ലൈഡ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. അതായത് ജസ്റ്റ് ഒരാളെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ആരാണ്, നമ്മുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അവർ ഇൻപുട്ട് എത്രയാണ്, ഇൻപുട്ട് യൂട്ടിലൈസ് ചെയ്ത് എത്രയാണ്, ആ ഇൻപുട്ട് വരാൻ വേണ്ടി നിങ്ങൾ എത്രയൊക്കെ ഇൻപുട്ട് ഗുഡ്സ് മേടിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ റൂൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും, മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് സബ് റൂൾ 14 എന്താ നോക്കാം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി വർക്ക്സ് കോൺട്രാക്ട്, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും പക്ഷേ എക്സ്ക്ലൂസീവ്ലി ആര്, വർക്ക്സ് കോൺട്രാക്ട് ഇല്ലേ, നമ്മുടെ വർക്ക്സ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടുള്ള ആൾക്കാർ, അവർ ആ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരെന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ സെപ്പറേറ്റ് അക്കൗണ്ട്സ്, താഴെ പറയുന്ന ഐറ്റംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്താ നോക്കി, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ വർക്ക്സ് കോൺട്രാക്ട് ഈസ് എക്സിക്യൂട്ടഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വർക്ക്സ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിൾ, നമ്മുടെ രാഹുൽ ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാമിനെ സമീപിച്ചു അല്ലേ. അപ്പോൾ രാം എന്ത് ചെയ്തിരിക്കണം, രാഹുലിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലേ, ആർക്ക് വേണ്ടിയിട്ടാണോ വർക്ക്സ് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അയാളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഡിസ്ക്രിപ്ഷൻ, വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി, ഡീറ്റെയിൽസ് ഓഫ് പേയ്മെൻറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലൈസ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ ഇത്രയും പറയുന്ന ഡീറ്റെയിൽസും നമ്മുടെ റാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി അടുത്ത സബ് റൂൾ 15 എന്താണെന്ന് നോക്കിയേ. സബ് റൂൾ 15 പറയുന്നതെന്ന് പറയുന്നത്, റെക്കോർഡ്സ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ മേ ബി മെയിൻറ്റെയിൻഡ് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മൾ ഇത്രയും പറഞ്ഞ ഈ റെക്കോർഡ്സ് ഇല്ലേ, ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് ഇലക്ട്രോണിക് ഫോമിലായിരിക്കണം എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാരണം എന്താണ്, GST എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ലേ. നമ്മൾ റിട്ടേണുകൾ ഫയൽ ചെയ്യുക, അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജേഴ്സ്, ക്യാഷ് ലെഡ്ജേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഈ 3 ലെഡ്ജറിൽ പ്രോപ്പറായിട്ട് വരാനുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. പിന്നെ മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കും. അങ്ങനെ ഒരാളുടെ ഇൻപുട്ട് മറ്റൊരാൾക്ക് ഔട്ട്പുട്ടായിട്ട് മാറും, മറ്റൊരാളുടെ ഔട്ട്പുട്ട് മറ്റൊരാൾക്ക് ഇൻപുട്ടായിട്ട് മാറും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാച്ചിങ് നടക്കും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എന്താണ്, ഇലക്ട്രോണിക് ഫോമാറ്റിലല്ലേ, ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ, ഫുള്ളി ഇൻ്റർനെറ്റ് വഴിയും നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ പരിപാടികളെല്ലാം നടത്തുന്ന ഓൺലൈനാണ്. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായിരിക്കണം, ഇലക്ട്രോണിക് ഫോമാറ്റിൽ, ഡിജിറ്റൽ ഫോമാറ്റിൽ ആയിരിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് ദ റെക്കോർഡ്സ് സോ മെയിൻറ്റെയിൻ ഷാൾ ബി ഓതൻറ്റിക്കേറ്റഡ് ബൈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അത് നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വെച്ചിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഒന്ന് നോക്കാം. ഓൾ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ, പ്ലേസ് ഓഫ് ബിസിനസ് എക്സെട്ര ഷാൾ ബി പ്രിസർവ്ഡ് ഫോർ എ പീരീഡ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 36. അതായത് സെക്ഷൻ 36 മെൻഷൻ ചെയ്തിരിക്കുന്ന എത്ര കാലമാണോ അത്രയും കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇൻവേർഡ് സപ്ലൈ, ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്ലേസ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സും ഇല്ലേ, അതെല്ലാം റൂൾ 36 പറയുന്ന അത്രയും കാലം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രിസർവ് ചെയ്തിരിക്കണം, സൂക്ഷിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം, റൂൾ 36 നമുക്ക് പഠിക്കാം. റൂൾ 36 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എത്ര നാളത്തേക്കാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ഓക്കെ, റൂൾ 36 പറയുന്നത് പീരീഡ് ഓഫ് റീടെൻഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ഈ റെക്കോർഡുകളും എത്ര നാളത്തേക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കണം? നോക്കി, 72 months അല്ലെങ്കിൽ 6 years. എത്രയാണ്ടാ? 72 months അല്ലെങ്കിൽ 6 years ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ. നമ്മുടെ ആനുവൽ റിട്ടേൺ, അതായത് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ കാര്യം 2019-20 നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ കാര്യമാണ് പറയുന്നത്. 2019-20 നമ്മുടെ റിട്ടേൺ ഫയലിൻ്റെ എന്നായിരിക്കും നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞ പാഠത്തിൽ പറഞ്ഞതാണ്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ December 31 അല്ലേ. അപ്പോൾ നമ്മുടെ 2019-20 ആണെങ്കിൽ 2020 December 31 December 31 നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ആ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്ന് മുതൽ 6 വർഷം വരെ, 72 മാസം വരെ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേടാ? അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്, ഇത് MCQ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിട്ട് ചോദിക്കാം, നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് എന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സ്റ്റോർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ MCQ എന്ന് പറയുന്നത് ഇത് ഈ സെക്ഷനിൽ പറഞ്ഞത്, സെക്ഷൻ 36 പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എത്ര മന്ത്സ്, 72, എത്ര ഇയേഴ്സ്, 66 years. ഓക്കെ അല്ലേ? പക്ഷേ എന്ന് മുതൽ, നമ്മുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്ന് മുതലല്ല, അതിൻ്റെ ഡ്യൂ ഡേറ്റ്, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് മുതൽ, 6 വർഷത്തേക്ക്, 72 മാസത്തേക്ക്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ December 31. മറക്കല്ലേ? അപ്പോൾ നമ്മൾ സെക്ഷൻ 13 നമ്മൾ പഠിച്ചു.
ഓക്കെ അല്ലേ? 36 നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സബ് റൂൾ 17 18 കൂടെ ഉള്ളൂ. നമുക്ക് 17 എന്താണെന്ന് നോക്കാം. എനി പേഴ്സൺ ഹാവിങ് custody over the goods on behalf of the registered person shall maintain true and correct records and shall produce those to proper officer if request. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വെയർ ഹൗസ് ഉണ്ട്, നമ്മൾ വെയർ ഹൗസായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യണം. നമ്മുടെ കുറേ ഗുഡ്സ് ഉണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് അത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെയർ ഹൗസിങ് സർവീസ് തരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തു, ആ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ കൊടുത്തു. അത് നടക്കത്തില്ലേ? സാധാ ബിസിനസ്സിലൊക്കെ നടക്കുന്ന കാര്യമാണിത് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും പേഴ്സൺ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗുഡ്സിൻ്റെ കസ്റ്റഡി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സപ്ലൈസിനെ പറ്റിയിട്ടും ആ സപ്ലയറെ പറ്റിയിട്ടും ആ നടത്തിയ ട്രാൻസാക്ഷനെ പറ്റിയിട്ടും അവിടുത്തെ ഡീറ്റെയിലുകളെല്ലാം പറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവൻ്റെ കയ്യിൽ പ്രോപ്പർ റെക്കോർഡ്സ് കാണാം. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം വെയർ ഹൗസിങ് നടത്തുന്ന ആൾക്കാരും നമ്മുടെ ആ ഗുഡ്സ് കൊണ്ടുവരുന്ന ആരാണെന്നും എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്നും അതിൻ്റെ വാല്യൂ എത്രയാണെന്നും എത്ര നാളത്തേക്കാണെന്നും എമൗണ്ടും കാര്യങ്ങളും എല്ലാം അവരെന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് സബ് റൂൾ 18 ആണ് നമ്മൾ പഠിക്കാൻ പോണത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഓൺ ഡിമാൻഡ് പ്രൊഡ്യൂസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിച്ച് ഹീ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. അതായത് നമ്മളോട് നമുക്കിപ്പം വരെ ഏതൊക്കെ ലോ പ്രകാരം നമ്മൾ എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ, GST കാര്യമല്ല പറയുന്നത്, GST അല്ലാണ്ട് നമ്മൾ കുറേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടൊക്കെ മുമ്പ് അക്കൗണ്ടൻസിയിലും കോസ്റ്റിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ കുറേ ആക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലേബർ ലോ പഠിച്ചിട്ടുണ്ട്, അതുപോലെ കുറേ ആക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആക്റ്റുകളിലൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്, ഇന്ന് വരെയുള്ള കാര്യമാണ് പറയുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും ലോ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതും എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവിടുത്തെ റൂളും കാര്യങ്ങളും എന്താണ്, എത്ര നാളത്തേക്കാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞില്ലേ 2 കുഞ്ഞ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെന്ന്, ആ 2 കുഞ്ഞ് നോട്ടിഫിക്കേഷനും കൂടെ നമുക്ക് പഠിക്കാം. ഒരു സർക്കുലർ ഉണ്ട്, അതും കൂടെ പഠിക്കാം. അപ്പം പരിപാടി തീർന്നു. ഓക്കെ, ആസ് പെർ നോട്ടിഫിക്കേഷൻ നമ്പർ 28/2018 പ്രകാരം സബ് റൂൾ 1A ഹാസ് ബീൻ ഇൻസേർട്ടഡ് ടു റൂൾ 58. അതായത് റൂൾ 58 നമുക്ക് ഒന്നാമത്തെ കാര്യം പഠിക്കാനില്ല, പക്ഷേ ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. അതായത് നോട്ടിഫിക്കേഷൻ 28/2018 പ്രകാരം നമ്മൾ റൂൾ 58ലേക്ക് ഒരു സബ് റൂൾ കൊണ്ടുവന്നു. 1A എന്ന് പറയുന്ന ഒരു സബ് റൂൾ കൊണ്ടുവന്നു. നമ്മൾ ആ 1A പറയുന്നത് എന്താണെന്ന് നോക്കാം. എ ട്രാൻസ്പോർട്ടർ ഹു ഇസ് എ രജിസ്റ്റേർഡ്, നമ്മുടെ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഇൻ മോർ ദാൻ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലല്ല പല സ്റ്റേറ്റുകളിലാണ് പുള്ളിക്കാരൻ രജിസ്റ്റേർഡ്. പുള്ളിക്കാരൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളിൽ നടക്കുകയാണ്. ഒരുപാട് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിൽ പുള്ളിക്കാരൻ രജിസ്റ്റേർഡ് ആണ്. ഹാവിങ് സെയിം പാൻ നമ്പർ, പക്ഷേ നമ്മുടെ ആ ട്രാൻസ്പോർട്ടറിൻ്റെ പാൻ നമ്പർ സെയിം അല്ലേ? ഒരാൾക്ക് ഒരു പാൻ നമ്പറേ കാണും, പക്ഷേ അയാളുടെ ബിസിനസ് പല രാജ്യത്ത് നടക്കുന്നുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിലും പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ട്രാൻസ്പോർട്ടർ അല്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന പല സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റിലോട്ട് പെട്ടെന്ന് പോകുന്ന ആളാണ്. അപ്പം അവർക്ക് എല്ലാ GST നമ്പറും GST ഇന്നും ഫർണിഷ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓരോ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഫുള്ള് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കൊരു യുണീക്ക് കോമൺ എൻറോൾ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം? ഒരു യുണീക്ക് കോമൺ എൻറോൾ നമ്പറിന് വേണ്ടിയിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. ഏതിലാണെന്നറിയാമോ? GST ENR 02 GST ENR 02 എന്ന് പറയുന്ന ഫോമിൽ ഒരു യൂണീക്ക് കോമൺ എൻറോൾ നമ്പറിന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അവർക്ക് ആ എൻറോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാ ട്രാൻസാക്ഷനും ഈ എൻറോൾ നമ്പർ മാത്രം എടുത്താൽ മതി. നമ്മുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേടാ? നമ്മുടെ ട്രാൻസ്പോർട്ടർക്ക് വേണ്ടിയിട്ട് അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ, ഒരു സബ് റൂളാണ് ഇതെന്ന് പറയുന്നത്. ഇത് പറയുന്നത് എന്താണ്? അതായത് ഒരു ട്രാൻസ്പോർട്ടർ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഒരു യുണീക്ക് കോമൺ എൻറോൾ നമ്പറിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഏതിൽ? GST ENR 02. അങ്ങനെയാണെങ്കിൽ അവൻ ഈ നമ്മുടെ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓരോ സ്ഥലത്തും ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അവൻ്റെ ഈ കോമൺ എൻറോൾ നമ്പർ മാത്രം എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. Okay, a transporter who is registered in more than one state or union territory having same PAN can apply unique common enroll number by submitting the details on form GST ENR, അതായത് enroll GST ENR 02 using any one of his GST number. അവൻ്റെ ഏതെങ്കിലും ഒരു GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് അവന് നമ്മുടെ ഈ ഫോം പ്രകാരം നമ്മൾ യുണീക്ക് എൻറോൾ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വൺസ് ഹി റിസീവ്ഡ് യുണീക്ക് കോമൺ എൻറോൾ നമ്പർ he cannot use any GST number for the purpose of any tax liabilities. അതായത് പിന്നെ അവൻ എന്ത് ചെയ്യേണ്ട? നമ്മുടെ ഓരോ സ്റ്റേറ്റിലേക്കും വേണ്ടിയിട്ട് ഓരോ GST നമ്പറിൻ്റെ ആവശ്യമില്ല, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യാം? ഈ കോമൺ എൻറോൾ നമ്പർ യൂസ് ചെയ്താൽ മതി.
ഓക്കെ അല്ലേ? അതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമുക്കൊരു സർക്കുലർ പഠിക്കാം. സർക്കുലർ നമ്പർ 61/35/2018 ആണ് നമുക്ക് പഠിക്കാൻ പോകണം. എന്താണെന്ന് നോക്കാം. ക്ലാരിഫിക്കേഷൻ ഇ-വേ ബിൽ ഇൻ കേസ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻ ഗോഡൗൺ ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടറുടെ ഗോഡൗണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടറുടെ ഗോഡൗണിൽ നമ്മൾ ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഒരു ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവന് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നല്ല ഗുഡ്സ് കിട്ടുന്നത്, മൾട്ടിപ്പിൾ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഗുഡ്സ് കിട്ടും. അപ്പോൾ ഓരോ സമയത്ത് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓരോ വട്ടം, അതായത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഓരോ വട്ടം ഓരോ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ആ ഇ-വേ ബില്ലിനെ സംബന്ധിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മുടെ ഈ സർക്കുലർ 61/35/2018 വന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്ലാരിഫൈസ് ദാറ്റ് ഇൻ കേസ് ഓഫ് കൺസൈനിങ് recipient taxpayer store his goods in godown of transporter. അതായത് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ കൺസൈനി അല്ലെങ്കിൽ ടാക്സ് പെയർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടറുടെ ഗോഡൗണിൽ ഗുഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ only mere declaration by the recipient taxpayer is required. അതായത് നമ്മുടെ റെസിപ്പിയൻ ടാക്സ് പെയറിൻ്റെ ഡിക്ലറേഷൻ മതി. ഞങ്ങൾ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഡിക്ലറേഷൻ മതി. ഇൻസ്റ്റെഡ് ഓഫ് ഇ-വേ ബിൽ. അവിടെ ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്ങനെയായിരിക്കണം? ആ ഗോഡൗൺ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ആൻ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മുടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് നമ്മളത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നോക്കിയിടാം. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടറുടെ ഗോഡൗണിലാണ് നമ്മൾ സാധനം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വട്ടം ട്രാൻസ്പോർട്ടർക്ക് ഓരോ വട്ടം നമ്മൾ ഗുഡ്സ് എത്തിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഓരോ വട്ടം ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമുക്കൊരു സർക്കുലർ 2018 സർക്കുലർ നമ്പർ 61/35 പ്രകാരം ഒരു സർക്കുലർ കൊണ്ടുവന്ന് അവിടെ പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടറുടെ ഗോഡൗണിലാണ് നമ്മുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യുക? ആ ട്രാൻസ്പോർട്ടറുടെ ഗോഡൗൺ നമ്മുടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് നമ്മുടെ ഗുഡ്സ് കൊണ്ടുപോകണമെങ്കിൽ ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ ഇ-വേ ബില്ല് വേണമെന്ന് കമ്പൽസറി അല്ലേ, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ പോലും ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. എന്ത് മതി? ആ സപ്ലയറുടെ ഒരു മിയർ ഡിക്ലറേഷൻ മതി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതും കൂടെ പഠിക്കാം. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് കമ്പൽസറി ഓഡിറ്റ്. സെക്ഷൻ 35 സബ് റൂൾ സബ് റൂളൊക്കെ പോയി, അത് കഴിഞ്ഞു പോയതാണ്. സെക്ഷൻ 35 സബ്സെക്ഷൻ 5 അല്ലേ? ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ 49/2018 പറഞ്ഞിരിക്കുന്നത്. രണ്ട് സാധനങ്ങളാണ്, പക്ഷേ രണ്ട് സെയിം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എന്താണെന്ന് നോക്കിയേ. നമ്മുടെ കമ്പൽസറി ഓഡിറ്റിനെ പറ്റി പറയുന്നത് നോക്കിയേ. ആസ് പെർ റൂൾ 80 സബ് റൂൾ 3 പ്രകാരം എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ എക്സീഡ്സ് 2 crores, അതായത് 2 കോടിക്ക് മേലെ അവരുടെ ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഷാൾ ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ രജിസ്റ്റേർഡ് പേഴ്സൺ ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ കമ്പൽസറി ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആർക്കാണ്? നമ്മുടെ പ്രസൻറ്റ് ഇയറിൽ ടേൺ ഓവർ 2 crores എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്തിരിക്കണം. ആർക്കാണ് ഓഡിറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്? നമ്മുടെ GST റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടൻ്റ് ആണ് ഓഡിറ്റ് ചെയ്യാൻ പവറുള്ള ആൾക്കാർ. അങ്ങനെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും നമ്മളെ കോസ്റ്റ് അക്കൗണ്ടൻസും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, ഏതൊരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെയും ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 2 crores എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെയോ എന്ത് ചെയ്യണം? കീഴിൽ പോയിട്ട് നമ്മുടെ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമ്മുടെ റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഓഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നോക്കിയേ. ആൻഡ് ഷാൾ ഫർണിഷ് എ കോപ്പി ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആൻഡ് എ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂലി സർട്ടിഫൈഡ് ഇൻ ഫോം GSTR 9C ഇലക്ട്രോണിക്കലി ത്രൂ ഇലക്ട്രോണിക് പോർട്ടൽ, കോമൺ പോർട്ടൽ. അതായത് നമ്മൾ ഈ ഓഡിറ്റ് നടത്തിയിട്ട് ഈ ഓഡിറ്റ് ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു കോപ്പിയും കൂടാതെ അവിടെ എന്തെങ്കിലും റീകൺസിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, റീകൺസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് ഒരു 10 കോടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 12 കോടിയായി. അങ്ങനെയാണെങ്കിൽ ആ 2 കോടിയുടെ ഡിഫറൻസ് വന്നത് എങ്ങനെയാണ് നമ്മൾ റീകൺസിൽ ചെയ്ത് കാണിക്കണം? സെയിം നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മൾ അവിടെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് ഡ്യൂലി സർട്ടിഫൈഡ് ആയിരിക്കണം. നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാർ വെച്ചിട്ട് ഇത് ഡ്യൂലി സർട്ടിഫൈഡ് ആയിരിക്കണം. അങ്ങനെയുള്ള സാധനങ്ങൾ GSTR 9C നമ്മൾ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്തിരിക്കണം? ഫർണിഷ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ കമ്പൽസറി രജിസ്ട്രേഷൻ മനസ്സിലായി. റൂൾ 18 സബ് റൂൾ 3 പ്രകാരം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് ടേൺ ഓവർ എക്സീഡ്സ് 2 crores ഷുഡ് ബി ഓഡിറ്റഡ്. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ബി ഓഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി അലോങ് വിത്ത് എനി റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂലി സർട്ടിഫൈഡ് എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഇലക്ട്രോണിക്കലി ഫോം GSTR 9C പ്രകാരം ഫർണിഷ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ?
പിന്നെ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇല്ലേ, ആ പുള്ളിക്കാരനാണ് C&AG ആണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻസിനും റോളില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി വേർ സബ്ജക്റ്റ് ടു ഓഡിറ്റ് ബൈ CG, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, നീഡ് നോട്ട് ഗെറ്റ് ഓഡിറ്റഡ് ബൈ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലേ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ ഇത് പറഞ്ഞതാണ്, ഏതാണ് നമ്മുടെ എത്ര നാളത്തേക്ക് സ്റ്റോർ ചെയ്യണം, എത്ര നാളത്തേക്കാണ് 6 years അല്ലെങ്കിൽ 72 months. എവിടും തൊട്ട് ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്ന് മുതൽ 6 വർഷം, അന്ന് മുതൽ 72 മാസം. ഓക്കെ അല്ലേടാ. ഇതൊരു സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ റിവൈസും ചെയ്തു. ഫുൾ ഈ ചാപ്റ്റർ ഒരു 30 minutes കൊണ്ട് കംപ്ലീറ്റും ചെയ്തു. നിങ്ങളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന അതായത് ഈ 36 ഇതിനെ പറ്റിയിട്ട് പറയുക, കമ്പൽസറി ഓഡിറ്റ് അത് കമ്പൽസറി ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, കാരണം 2018 ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല, അപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ ഈ സബ് റൂളുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഓർത്ത് വയ്ക്കുക. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ ബാക്കി പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് നമുക്കിനി കസ്റ്റംസ് തീർക്കാനുണ്ട്. ഇതിനോടൊപ്പം തന്നെ പാരലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ റെസ്പോൺസാണ്, ലൈക്കായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ സജഷൻസ് ഒരു കമൻറ്റായിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. ഞാൻ നോട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു കാര്യമാണ് എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.